നമസ്കാരം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകളെ, താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? താങ്കളുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ താങ്കളുടെ കുഴലൂത്തുകാരിയായ വീണ ജോർജിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ, നാണമുണ്ടോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ചികിത്സാ സമ്പ്രദായങ്ങൾ പൊലിപ്പിച്ചുകൊണ്ട് തള്ളി മറിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്, ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കുഴലൂതി കൊടുക്കുന്ന കുഴലൂത്തുകാരിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് മറ്റൊരു നാണക്കേട് കൂടി വന്നിരിക്കുന്നു. നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണവും മാനവും ഉള്ളവർക്കല്ലേ നാണക്കേടുണ്ടാകൂ. 2020 പാൻക്രിയാസ് അടക്കം ഉള്ള ഭാഗങ്ങളിൽ ആന്തരിക അവയവങ്ങളിൽ മുഴ കണ്ടതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന തൃശൂർ കൂർക്കഞ്ചേരി മാളിയേക്കൽ ജോസഫ് പോളിന് അടിയന്തരമായി 2 ശസ്ത്രക്രിയകളാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയത്. ഈ 2 ശസ്ത്രക്രിയകൾ നടത്തിയിട്ടും ജോസഫിന് ഒരു കാരണവശാലും പിന്നീട് വേദന കുറവുണ്ടായി കണ്ടില്ല. അസ്വാഭാവികമായ വേദന വന്നതിനെ തുടർന്ന് വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു. അവർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, വയറ്റിൽ പഴുപ്പുണ്ട്, വീണ്ടും അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ കൂടി നടത്തണം എന്ന് പറഞ്ഞു. എന്നാൽ ജോസഫ് അതിന് വഴങ്ങാതെ അതിൽ സ്വാഭാവികമായും സംശയം തോന്നിയതിനാൽ മറ്റൊരു സ്വകാര്യ ലാബിൽ പോയി എക്സ്റേയും സ്കാനിങ്ങും നടത്തി നോക്കിയപ്പോഴാണ് ഞെട്ടുന്ന വസ്തുത മനസ്സിലായത്. ജോസഫിന്റെ വയറ്റിനുള്ളിൽ ഒരു കത്രിക ഇരിക്കുന്നു. ഈ കത്രികയും കൊണ്ട് ജോസഫ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുന്നു. ഓപ്പറേഷനിലൂടെ കത്രിക പുറത്തെടുക്കുന്നു. എന്നാൽ 2025 ജനുവരിയിൽ ജോസഫ് കൊല്ലപ്പെടുകയായിരുന്നു. അതായത് ഈ കത്രിക വയറിൽ ഉണ്ടായിരുന്നതിനെ തുടർന്ന് പിന്നീടുണ്ടായ അസുഖങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയ ചെയ്ത് ഈ കത്രിക പുറത്തെടുത്തെങ്കിലും പിന്നീട് ജോസഫ് മരണപ്പെടുകയായിരുന്നു. എന്നാൽ ജോസഫിന്റെ അസ്വാഭാവികമായ മരണത്തിന് ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിൽ മറ്റൊരു നോട്ടീസാണ് ആരോഗ്യ വകുപ്പ് മന്ത്രാലയത്തിന് കീഴിൽ നിന്നും, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജോസഫിന്റെ അഡ്രസ്സിലേക്ക് ഒരു കത്തയച്ചിരിക്കുന്നു. ജോസഫ് എത്രയും വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനക്സിലെത്തി ശസ്ത്രക്രിയയിൽ കത്രിക കണ്ടെടുത്തു എന്ന് പറയുന്ന ആ കത്രികയുമായി വന്ന് കൃത്യമായി വിശദീകരണം നൽകണം എന്നുള്ള നോട്ടീസാണ് ജോസഫിന് വന്നിരിക്കുന്നത്. അതായത് ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം തൃശൂർ മെഡിക്കൽ കോളേജിൽ 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി വിടുകയും പിന്നീട് 2 മാസത്തിന് ശേഷം ആശുപത്രിയിൽ അസഹ്യമായ വേദനയോടുകൂടി എത്തിയ ജോസഫിനെ സ്കാൻ ചെയ്ത് നോക്കി എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു കത്രിക വയറ്റിൽ ഇരിക്കുന്നതായി കണ്ടു. ആ കത്രിക വയറ്റിലുണ്ട് എന്നുള്ള വിവരം മറച്ചു പിടിച്ചുകൊണ്ട് പഴുപ്പാണ് വയറ്റിലുള്ളത്, അതുകൊണ്ട് അത് അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന് ജോസഫ് പോളിനോട് പറയുന്നു. എന്നാൽ ഇതിൽ അസ്വാഭാവികത തോന്നിയ ജോസഫ് സ്വകാര്യ ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് ജോസഫിന്റെ പാൻക്രിയാസിൽ കണ്ട മുഴ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടയിൽ അത് തുന്നിക്കെട്ടിയപ്പോൾ കത്രിക കൂടി തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ആ പാൻക്രിയാസിന്റെ മുഴ നീക്കം ചെയ്തപ്പോൾ വയറിനുള്ളിൽ വെച്ച് കത്രിക കൂടി തുന്നിക്കെട്ടി വെച്ച് വിട്ട വിവരം അറിയുന്നത്. ഇതിന് നിയമയുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെയാണ് 2025 ജനുവരിയിൽ ജോസഫ് മരിക്കുന്നത്. മരണ വിവരം കൃത്യമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ള ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തു. മരണ സർട്ടിഫിക്കറ്റും ജോസഫിന്റെ കുടുംബം വാങ്ങിച്ചു. എന്നിട്ടാണ് നിയമയുദ്ധത്തിന് പോയത് ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഈ വിവരം പോലും സർക്കാരിന് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ചികിത്സാ പിഴവ് കൊണ്ട് ഒരു രോഗി മരിച്ചെന്നും ആ രോഗി മരിച്ചതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ആ മരണ സർട്ടിഫിക്കറ്റ് വെച്ച് നിയമയുദ്ധം നടത്തുകയും സർക്കാരിനെതിരെ ആരോഗ്യവകുപ്പിനെതിരെ നിയമ നടപടികളായി മുന്നോട്ട് പോകുന്നത് പോലും അറിയാത്ത എന്ത് സിസ്റ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളുടേത്? നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം നാഴികയ്ക്ക് 40 വട്ടം ഈ കപ്പൽ മുങ്ങില്ല, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സിസ്റ്റം നമ്പർ 1 ആണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന വീണ ജോർജ് എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? മരിച്ച ഒരാൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. വയറിൽ കുടുങ്ങിയ ശസ്ത്രക്രിയക്കിടയിൽ വയറിൽ കുടുങ്ങിയ കത്രിക നിങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്രികയുമായി സെക്രട്ടേറിയറ്റിന്റെ അനക്സിലെത്തി തെളിവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ജോസഫിന്റെ അഡ്രസ്സിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ നോട്ടീസ് കിട്ടിയ ജോസഫിന്റെ ഭാര്യ ബിന്ദുവും മക്കളും കൂടി തിരുവനന്തപുരത്ത് എത്തി വിശദീകരണം നൽകുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോൾ അടുത്ത നോട്ടീസ് കൂടി വരുന്നു. അതായത് ഹിയറിംഗിന്റെ തീയതി മാറ്റിവെച്ചിരിക്കുന്നു, പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞത്. എന്തൊരു തരത്തിലുള്ള നാണക്കേടാണ് ഇതെന്നുള്ളത് നമ്മൾ കേരളീയർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു യുവതിയുടെ വയറിൽ കത്രിക കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുകയും ഉഷ ജോസൂട്ടി എന്ന് പറയുന്ന ആ സ്ത്രീ പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ കത്രിക കണ്ടെടുക്കുക ചെയ്തു എന്നുള്ള വിവരമെല്ലാം പുറത്തു വരുന്നത്. എന്നിട്ടും യാതൊരു തരത്തിലും ഉളുപ്പും ഈ ആരോഗ്യ വകുപ്പിനില്ലേ, സിസ്റ്റത്തിനില്ലേ? ഇതൊന്നും മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിങ്ങൾ അറിയുന്നില്ലേ? അത് നാടായ നാട് മുഴുവൻ ഫ്ലക്സ് വെച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങളുടെ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് ഉദ്ഘാടന മഹാമഹങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യം കണക്കാക്കി സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വ്യക്തിഗത
രേഖകളെല്ലാം ചോർത്തി അവരുടെ ഫോൺ നമ്പറുകൾ ചോർത്തിയെടുത്ത് അതിലേക്ക് നിങ്ങളുടെ സർക്കാരിന്റെ മേന്മകളും തിട്ടൂരങ്ങളും അയച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ തന്നെയാണോ നിങ്ങൾ? ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ ഏതെങ്കിലും ഒരു അംശം നിങ്ങൾ അറിയുന്നുണ്ടോ? ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക കെട്ടിവെച്ച് വിടുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ മേന്മയെക്കുറിച്ച് നിങ്ങൾ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി നിങ്ങളെ ഇതേക്കുറിച്ച് എന്തെങ്കിലും ധരിപ്പിക്കുന്നുണ്ടോ? അതോ ഇപ്പോഴും 2026 3.0 ആവർത്തിച്ച് ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഫോട്ടോഗ്രാഫർമാർക്ക് നിങ്ങൾ ചിരിച്ചുകൊണ്ട് പോസ് ചെയ്ത് പരസ്യം കൊടുക്കുന്നതിന്റെ തിരക്കിലാണോ? ഇതാണോ മുഖ്യമന്ത്രി? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കേരളീയർ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ് ഇത്. സർക്കാർ വകുപ്പിൽ നിന്നും ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ആ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ചികിത്സാ പിഴവിന് വേണ്ടി സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനെതിരെ നിയമയുദ്ധം നടത്തുന്നവർക്ക് വീണ്ടും ആ മരിച്ചുപോയ ആൾ ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സർക്കാർ വകുപ്പിന്റെ കെടുകാര്യസ്ഥത, അജ്ഞത എന്താണ് എന്നുള്ളത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി തിരിച്ചറിയണം. 2020 ആണ് ഈ ശസ്ത്രക്രിയ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്നത് എന്ന് പറയുമ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന 1ാം നമ്പർ ആരോഗ്യവകുപ്പ് മന്ത്രി കോവിഡിനെയും നിപ്പയെയും എല്ലാം ചെറുത്ത് തോൽപ്പിച്ചു എന്ന് ലോകം മുഴുക്കെ കൊട്ടിഘോഷിച്ച് പാടിക്കൊണ്ട് നടന്നിരുന്ന ശൈലജ ടീച്ചറിനും ഇതിൽ കൃത്യമായ പങ്കാളിത്തമുണ്ട്. ശൈലജ ടീച്ചർ ഇപ്പോൾ ഇത് അറിയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. മാധ്യമങ്ങൾക്കെല്ലാം ഇന്റർവ്യൂ കൊടുക്കുന്ന തിരക്കിലാണ്. ഞാൻ 3.0 ആവർത്തിച്ച് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ശൈലജ ടീച്ചർ ആയിരിക്കുമോ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിനല്ല, അത് എന്നെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ വേലകളുമായി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് തന്നെയുള്ള CPM-ന്റെ പ്രചരണ വേലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശൈലജ ടീച്ചർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ കാലത്താണ്, നിങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് 2020 തൃശൂർ മെഡിക്കൽ കോളേജിൽ തൃശൂർ കൂർക്കഞ്ചേരി മാളിയേക്കൽ ജോസഫിന്റെ ആന്തരികാവയവങ്ങളിൽ മുഴ നീക്കുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയ, 1 അല്ല 2 ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അയാളുടെ വയറ്റിൽ കത്രിക വെച്ച് കെട്ടിവിട്ടത് ഇത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചറും, അതായത് 1ാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും 2ാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും തള്ളലിൽ ഒട്ടും കുറവില്ല. നമ്പർ 1 കേരളം ആരോഗ്യവകുപ്പ് ലോകോത്തരമായി ഉയർന്നിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ BMW മുതലുള്ള കാറുകളാണ്. അതായത് വലിയ കോടീശ്വരന്മാർ വരെ സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ചികിത്സ ലോകോത്തരമായ ചികിത്സയാണ്. ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രികളിൽ പോലും ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൽ മാത്രമാണ് സ്വകാര്യ ആശുപത്രിയേക്കാൾ മികച്ച ചികിത്സ ലഭിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കൊട്ടിഘോഷിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലെ മിയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോൾ ഉത്തരമുട്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഏതെങ്കിലും ക്യാപ്സൂളുകൾ ഇറക്കുന്നതായിരിക്കും. അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഇടതുപക്ഷ പ്രവർത്തകരുണ്ടാകും. എന്നാൽ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇതൊന്നും കേട്ട് കഴിഞ്ഞ കാര്യങ്ങൾ മറക്കില്ല എന്നുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ഓർക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ ആരോഗ്യ വകുപ്പിനെതിരെ, നിങ്ങളുടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മരണപ്പെട്ട ഒരാൾക്ക് ഹാജരാകണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ച മുഖ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വകുപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ജനങ്ങൾ ഇതുകൂടി മനസ്സിൽ വെച്ചിട്ടായിരിക്കും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും നിങ്ങൾക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.